Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്ന 15ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം പിന്നീട് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ആ 23 വർഷത്തിൽ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു? അത് 2 രീതിയിലാണ് നമ്മൾ വിശദീകരിച്ചത്. ഒന്ന്, മക്കയിലുള്ള കാലഘട്ടത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. 2, മദീനയിലുള്ള കാലഘട്ടത്തിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ. എന്തായാലും അതിലാദ്യമായിക്കൊണ്ട് നമ്മൾ വിശദീകരിച്ചത് മക്കയിലുള്ള വിഷയങ്ങളാണ്. മക്ക പ്രബോധന കാലഘട്ടത്തിൽ 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിട്ടുണ്ട്. ആ 13 വർഷം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനവും പിന്നീട് 10 വർഷം പരസ്യ പ്രബോധനവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ആദ്യത്തെ 3 വർഷത്തിലെ രഹസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ആദ്യം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചേർന്ന് പിന്നീട് പോയി കണ്ടത് ആരെയാണ്? വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയെയാണ്. ആ വ്യക്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്ന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ വളർത്തു മകൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ 4 പെൺമക്കൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നീ 4 മക്കളും ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ, ഏറ്റവും അടുത്ത സ്വാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 2 സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ 5 ആളുകളുടെ പ്രത്യേകത എന്താണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 5 ആളുകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിനാൽ അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചത്. ഇവരൊക്കെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളാണ്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എന്താണ്? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി, ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യാത്രയിലാണ്. ശക്തമായിക്കൊണ്ട് ദാഹമുണ്ട് അവർക്ക്. അവർ ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. അത് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയുന്നുണ്ട്, താങ്കളുടെ ഒരുപാട് ആടുകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ആടിനെ ഞങ്ങൾക്ക് തരണം, അതിന്ന് പാല് കറന്ന് കുടിക്കാനാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് എന്റേതല്ല, ഇതെന്റെ യജമാനൻ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ആടുകളാണ് ഇത്. ആരാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലിട്ടു എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിന്റെ കഴുത്തിലിടുന്നത് ഈ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ് ആട്ടിടയനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്നുള്ളത്. അപ്പോൾ റസൂലുള്ള ഒരു ആടിനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെന്റെ ആടല്ല, ഇത് എന്റെ യജമാനന്റെ ആടാണ്, യജമാനൻ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കണമെങ്കിൽ കറവ പറ്റിയ ഒരാടിനെ കാണിച്ചു തരും. അതിന്ന് പാല് കിട്ടണില്ല, കറവ പറ്റിയ വളരെ പ്രായം ചെന്ന ഒരാടിനെ. അപ്പൊ ആ ഒരു ആടിനെ കാണിച്ചു കൊടുത്ത ഇതിലെ കറവ പറ്റിയ ആടാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിന്റെ അകിടിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പാല് കറന്നു. ധാരാളം പാല് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് നിറയോളം പ്രവാചകൻ കുടിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. ആട്ടിടയനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കുടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കില്ലേ, ആ വാക്ക് എനിക്കൊന്ന് പഠിപ്പിച്ചു തരും. അഥവാ പാല് കറവ പറ്റിയ ആടിനെ പാല് വരാനുള്ളൊരു കാര്യങ്ങൾ ചൊല്ലിയില്ലേ, അതെനിക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജിബ്രീൽ ഖുർആൻ ഓതിയതുപോലെ നിങ്ങൾക്ക്, ജിബ്രീൽ ഖുർആൻ ഇറക്കിയപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഖുർആൻ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഅബക്കരികിൽ ആദ്യമായി കൊണ്ട് ഖുർആൻ ഓതിയ വ്യക്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്.
അതേപോലെ തന്നെ രഹസ്യ പ്രബോധനം, ആദ്യത്തെ 3 വർഷത്തിലെ രഹസ്യ പ്രബോധനവും ആ രഹസ്യ പ്രബോധന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എവിടെയാണ് ഒളിച്ചിരുന്നത്? ആരുടെ വീട്ടിലായിരുന്നു? അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന 16-കാരനായ സ്വഹാബിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ ആ ഒരു സ്വഹാബിന്റെ വീട്ടിലായിരുന്നു അവർ രഹസ്യ പ്രബോധനം ആരംഭിക്കുന്നത്. എന്തിനാണ് ആ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം? അവിടെ സമ്പന്നനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ ഇവരുടെ ആരുടെയും വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തെരഞ്ഞെടുത്തില്ല. അതിന്റെ കാരണം 16-കാരനായ അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ റസൂലുള്ളാഹിയും സ്വഹാബികളും ഒളിച്ചിരുന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുന്നുണ്ട് എന്ന് ഖുറൈശികൾ അറിഞ്ഞാൽ ഖുറൈശികളിൽ ഒരാളും വിശ്വസിക്കൂല. അതൊന്നും ഒരിക്കലും ഉണ്ടാകൂല എന്നാണ് അവരുടെ ധാരണ ഉണ്ടാകുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ വീട് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനം. രഹസ്യ പ്രബോധനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി പരസ്യ പ്രബോധനം നടത്താൻ 2 കൽപ്പനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്ത്, വഅൻദിർ അശീറതകൽ അഖറബീൻ. നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നബിയെ താങ്കൾ താക്കീത് നൽകുക. റസൂലെ താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് എത്തിക്കുക. ഒന്ന് എല്ലാ ആളുകളും ഒന്ന് കുറച്ച് നടത്തിയിരിക്കണേ. സ്ത്രീകൾക്കൊന്ന് ആ ഒരു ഭാഗം ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യ പ്രബോധനം തുടങ്ങാൻ 2 കൽപ്പനകളായിരുന്നു. ഒന്ന് സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്ത്, വഅൻദിർ അശീറതകൽ അഖറബീൻ. റസൂലെ താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ എന്ത് ചെയ്യുക? താക്കീത് നൽകുക എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങി. രണ്ടാമത്തെ ആയത്ത് സൂറത്ത് നഹ്ലിന്റെ 94-ാമത്തെ ആയത്ത്, ഫസ്ത ബിമാ തുഅ്മറു വഅരിദ് അനിൽ മുശ്രികീൻ. നബിയെ താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ഉറക്കെ താങ്കൾ പ്രഖ്യാപിച്ചു കൊള്ളുക. വഅരിദ് അനിൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്ന സൂറത്ത് നഹ്ലിന്റെ ആയത്തും കൂടി ഇറങ്ങിയപ്പോൾ പ്രവാചകൻ എന്തിനിറങ്ങി? പരസ്യ പ്രബോധനത്തിനിറങ്ങി. പരസ്യ പ്രബോധനത്തിനിറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിം, ബനു മുത്തലിബ് തുടങ്ങിയ ഗോത്രക്കാരായ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. അഥവാ ബനു മുത്തലിബ് റസൂലുള്ളാഹിന്റെ വല്യപ്പാന്റെ കുടുംബക്കാരായ ആളുകളാണ് ബനു മുത്തലിബ്, ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ ബനു ഹാഷിം ഉണ്ട്, ബനു ഫിഹിർ ഉണ്ട്. ഇവരെല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിരുന്നിന് വിളിച്ചു. നമുക്ക് ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ആ വിരുന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിളിച്ച് ഇവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ ഖേദിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്തായാലും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന ഒരു രീതി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും 2 പേരും ഉദ്ധരിച്ച ഹദീസാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്, ഏതാണ് ആയത്ത്? വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ താക്കീത് ചെയ്യുക എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത് ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശൻ, പ്രവാചകൻ ഖുറൈശികളെ വിളിച്ചു. ബനു മുത്തലിബിനെയും ബനു ഹാഷിമിനെയും എല്ലാ ആളുകളെയും വിളിച്ചതിന് ശേഷം എന്നിട്ട് പ്രവാചകൻ പറയാണ്, യാ ബനി കഅബ് ബിൻ ലുഅയ്യ്, കഅബ് ബിൻ ലുഅയ്യിന്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. പിന്നെ വിളിച്ചു, യാ ബനി മുർറത്ത് ബിൻ കഅബ്, മുർറത്ത് ബിൻ കഅബിന്റെ മക്കളെ അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. യാ ബനി അബ്ദുശംസ്, അബ്ദുശംസിന്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കാത്തുകൊള്ളുക. പിന്നെ വിളിക്കുന്നത് ആരുടെ പേരാ? അബ്ദു മനാഫ് ഞാൻ പറഞ്ഞില്ല അല്ലെ? ഓക്കെ, അബ്ദു മനാഫ് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് ആരുടെ പേരാണ്? യാ ഫാത്തിമ. ആരാണ് ഫാത്തിമ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മകളാണ്. അൻകിദി നഫ്സകി മിനന്നാർ, മോളെ നീ നിന്റെ ശരീരം നരകത്തിൽ നിന്ന് കാത്തോ. നാളെ പരലോകത്ത് വാപ്പാക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നരകത്തിൽപ്പെട്ട ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വാപ്പാക്ക് കഴിയില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പരസ്യ പ്രബോധനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ റിവായത്തിൽ, ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തെ റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലമ്മാ നസലത്ത്, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്, വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് താങ്കൾ താക്കീത് ചെയ്യുക എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഇദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സ്വഫാ, പ്രവാചകൻ സ്വഫയിലേക്ക് കയറി. സ്വഫാ കുന്നിന്റെ മുകളിൽ നബി സല്ലല്ലാഹു എന്നാണ് കാണുന്നതാണ് സ്വഫാ കുന്ന്. ഈ സ്വഫാ കുന്നിന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. എന്നിട്ട് നേരത്തെ വിളിച്ച അതേപോലെ തന്നെ, അഥവാ അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്, ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയണമെങ്കിൽ അവർ സഫാ കുന്നിന്റെ മുകളിൽ കയറും. അപ്പോൾ സഫാ കുന്നിന്റെ മുകളിൽ കയറി ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് മക്കയിലെ എല്ലാ ആളുകൾക്കും ഉപകാരമുള്ള ഒരു വിഷയമായിരിക്കും, അല്ലെങ്കിൽ മക്കയിലെ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരിക്കും. അതുകൊണ്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്, യാ ബനി ഫിഹിർ, ഫിഹിറിന്റെ മക്കളെ, യാ ബനി അദിയ്, അദിന്റെ മക്കളെ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ഓരോ ആളുകളും സംഘമായിട്ടും ഒറ്റക്കൊറ്റക്കും വന്നു. ഇനി വരാൻ കഴിയാത്ത ആളുകൾക്കോ അപ്പോൾ ഒരാൾക്ക് പ്രവാചകൻ വിളിച്ച ആ ഒരു സദസ്സിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്തു, ഒരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പൊ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ പകരക്കാരനായി, എൻ്റെ നായിബായി ഒരു ദൂതൻ എന്ത് ചെയ്തു, അവിടേക്ക് പറഞ്ഞയച്ചു. എന്താണ് മുഹമ്മദ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാ ആളുകളും താഴെ ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാ ആളുകളും കാതോർത്തിരിക്കുകയാണ് എന്താണ് മുഹമ്മദ് നബി പറയുന്നത്. കാരണം അത്രകാലം റസൂലുള്ളാഹ് എന്താണ് അവർക്ക് എന്താണ്, അൽ അമീനാണ്, ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. അപ്പൊ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ആളുകൾ കാതോർത്തിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാണ്, റഅയ്തുകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും. ഈ താഴ്വാരത്തിനപ്പുറത്ത് നിന്ന്, പ്രവാചകൻ ഒരു കുന്നിന്റെ മുകളിലല്ലേ, ഈ താഴ്വാരത്തിന്റെ മറുഭാഗത്ത് നിന്ന് അശ്വരൂഢരായ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? എന്താണ്, ഈ ഒരു താഴ്വാരത്തിനപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചപ്പോൾ അവരതിന് കൊടുത്ത മറുപടി, നഅം, അതെ, മജറബ്ന അലൈക ഇല്ലാ സുദ്കൻ, താങ്കൾ ഇന്നേ വരെ കള്ളം പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, താങ്കൾ സത്യവാനാണ്, സത്യം മാത്രമേ താങ്കൾ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് താങ്കളെ എന്തായാലും ഞങ്ങൾ വിശ്വസിക്കും. അപ്പൊ ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, എങ്കിൽ ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ നിങ്ങളിലേക്കുള്ള താക്കീതുകാരനാണ്. ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ആ സൃഷ്ടാവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ്. തുടങ്ങിയ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് എന്താ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നീട് ഉണ്ടാകുന്നത് എന്താണ്, ഇതെല്ലാ ആളുകളും വളരെ നിശബ്ദരായിക്കൊണ്ട് പ്രവാചകൻ എന്താണോ പറയുന്നത് അതിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദഅവത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ എല്ലാ ആളുകളും പ്രവാചകന്റെ സംസാരത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്താണ് ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ഒരാൾ അവിടെ എണീറ്റ് സംസാരിച്ചു. ആരാണത്? അതാണ് അബൂലഹബ്. അബൂലഹബ് സംസാരിച്ച വാക്ക് എന്താണ്? തബ്ബല്ലക സായിറൽ യൗം അലിഹാദാ ജമഅതലന. തബ്ബല്ലക എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു പ്രയോഗമാണ്, നാശം. അത് ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും അബൂലഹബ് കൈ കുടഞ്ഞിട്ടാണ് പറയണത്, കൈ ഇങ്ങനെ കുടഞ്ഞിട്ട് പറയാണ്, തബ്ബല്ലക, നാശം നിനക്ക്, സായിറൽ യൗം അലിഹാദാ ജമഅതന, ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഈ കണ്ട മനുഷ്യന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയത് ഈ രൂപത്തിൽ സംസാരിക്കാൻ വേണ്ടിയാണോ എന്ന് ആദ്യം പറയുന്നത് ആരാണ്? അബൂലഹബാണ്. പിന്നീടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ
ഇരുകരങ്ങളും നശിച്ചിട്ടുണ്ട്. അപ്പൊ നാം പറഞ്ഞു വന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങുന്നത് എങ്ങനെയാണ്? സഭാകുന്നിന്റെ മുകളിൽ കയറി എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അവരോട് പറയാണ്, ഈ ഒരു മലയുടെ മറുഭാഗത്ത് നിന്നൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം താങ്കൾ സത്യസന്ധതയുള്ള വ്യക്തിയാണ്, താങ്കൾ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, ലോകത്തിന് സൃഷ്ടാവുണ്ട്. ആ സമയത്ത് ആദ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശാപവാക്ക് പറയുന്ന വ്യക്തി ആരാണ്? അബൂലഹബ്. നമ്മൾ ആ ഒരു രംഗം നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണാൻ കഴിയണം. അത്ര കാലം അൽ അമീൻ എന്ന് വിളിച്ച ആളുകളുടെ നാവ് കൊണ്ട് റസൂലുള്ളാഹിനെ പിന്നീട് വിളിച്ചത് എന്താണ്? ശാപവാക്കുകളാണ് പിന്നീട് അവർ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മനസ്സിൽ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. പിന്നീട് ഈ അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങി, അതാണ് സൂറത്തുൽ മസദ്, അല്ലെ? സൂറത്തുൽ മസദിലൂടെ അല്ലാഹു അബൂലഹബിനാണ് നാശം എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് അബൂലഹബ്? ആരായിരുന്നു അബൂലഹബ് എന്ന് പറയുന്ന വ്യക്തി? നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് മസദിലെ അബൂലഹബിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയൊക്കെ അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ, അതേപോലെ തന്നെ മലയാളത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹിയൊക്കെ അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ വളരെ സുദീർഘമായി വിശദീകരിച്ച ഒരു ചരിത്രമാണ് അബൂലഹബിന്റെ. എന്താ അറബി ഭാഷയിൽ ലഹബ് എന്ന് പറഞ്ഞാൽ, ലഹബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ജ്വാല, തിളക്കം എന്നൊക്കെയാണ്. അപ്പൊ ഈ ജ്വാലയുടെ പിതാവ്, തിളക്കത്തിന്റെ പിതാവ് എന്ന കുഞ്ഞിയത്ത് അബൂലഹബിന് ലഭിക്കാനുള്ള കാരണം ആ മനുഷ്യന്റെ മുഖത്തിന്റെ ഭംഗി കൊണ്ടാണ്, മുഖത്തിന്റെ കാന്തി കൊണ്ടാണ് അയാൾക്ക് എന്ത് ലഭിച്ചത്? ജ്വാലയുടെ പിതാവ്. ശരിക്കുള്ള പേരെന്താ? അബ്ദുൽ ഉസ്സ. ഉസ്സ ആരാണ്? മക്കയിലെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇലാഹുകളിൽ ഒരാളാണ്. ലാത്ത, ഉസ്സ, മനാത്ത. അതുകൊണ്ട് അവരിട്ട പേരാണ് ഉസ്സയുടെ അടിമ. അതാണ് അയാളുടെ ശരിക്കുള്ള പേര്. പക്ഷെ ഈ മനുഷ്യന്റെ മുഖഭംഗി കൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് വിളിച്ച പേരാണ് ജ്വാലയുടെ പിതാവ്, തിളക്കത്തിന്റെ പിതാവ് എന്ന രൂപത്തിൽ ആ മനുഷ്യനെ ആളുകൾ നൽകിയ പേര്. അത്രത്തോളം ഭംഗിയുണ്ട്. പക്ഷെ അയാൾക്ക് എന്ത് ലഭിച്ചിട്ടില്ല? ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു പോയിരിക്കുന്നു. പിന്നീടുള്ള ആയത്ത് എന്താ? മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ. അബൂലഹബിന്റെ മാലോ കസബോ ഉപകാരപ്പെട്ടിട്ടില്ല. ശരിക്കും മാല് എന്ന് പറഞ്ഞാലും കസബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്പത്ത് എന്നല്ലേ? ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ മാലിൻ എന്ന് പറഞ്ഞാൽ അബൂലഹബിന്റെ സമ്പത്താണ്. ഈ അബൂലഹബിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മക്കയിലെ ആളുകൾ അവരുടെ സമ്പത്ത് അത് സംരക്ഷിച്ചു വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് ആരുടെ കയ്യിലാണ്? അബൂലഹബിന്റെ കയ്യിലാണ്. അതാണ് പറഞ്ഞത്, അബൂലഹബിന് എന്ത് ചെയ്യില്ല? അയാളുടെ സമ്പത്ത് ഉപകാരപ്പെടൂല. പിന്നെ പറയാണ് വമാ കസബ്, കസബും ഉപകാരപ്പെടൂല. ഇവിടെ കസബ് എന്നതുകൊണ്ട് ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യഅനി വലദുഹു, അബൂലഹബിന്റെ മക്കളും ഉപകാരപ്പെടൂല. അബൂലഹബിന് ധാരാളം മക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മക്കളാണ് ഉത്ബത്ത് ബിൻ അബീ ലഹബും ഉതൈബത്ത് ബിൻ അബീ ലഹബും. ഉത്ബയും ഉതൈബയും. എന്താണ് ഈ ഉത്ബന്റെയും ഉതൈബന്റെയും പ്രത്യേകത? ഇത് മാത്രമല്ല, മുഅ്തബ് എന്ന് പറയുന്ന മകനുണ്ട്, ദുർറത്ത് എന്ന് പറയുന്ന മകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കണില്ല. ഉത്ബ എന്ന് പറയുന്ന മകൻ ആരാണ്? നബിന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഈ കല്യാണം നടന്നിട്ടുണ്ട്. നബിക്ക് 40-ാമത്തെ വയസ്സിലല്ലേ നുബുവത്ത്, അതിനു മുമ്പ് തന്നെ ഈ കല്യാണം നടന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും വീട് കൂടിയിട്ടില്ല, കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും ഉത്ബ എന്ന് പറയുന്ന വ്യക്തി അബൂലഹബിന്റെ ആരാണ്? ശ്രദ്ധിക്കണേ, മകനാണ്. ഈ ഉത്ബ എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹിക്ക് 4 പെൺകുട്ടികളുണ്ട്. ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഇതിൽ റുഖയ്യ എന്ന് പറയുന്ന മകളെ വിവാഹം കഴിച്ചത് ആരാണ്? ഈ ഉത്ബയാണ്. ഈ ഉതൈബ എന്ന് പറയുന്ന മകൻ റസൂലുള്ളാഹിന്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിച്ച ആളാണ് ഉതൈബ. അഥവാ പണ്ട് ഇവര് തമ്മിൽ വല്ലാത്ത ബന്ധം ഉണ്ടായിരുന്നു. 2 മക്കളെ ഒരാളുടെ 2 ആൺകുട്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ പ്രവാചകന്റെ ഉമ്മയായ ആമിന പ്രസവിച്ചു എന്ന് കേട്ടപ്പോ ഈ അബൂലഹബിന്റെ അടിമ സ്ത്രീയായ സുവൈബ അൽ-അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്?
മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം റസൂലുള്ളാഹിന് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എവിടെ തെറ്റണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുടുംബം എന്ത് ചെയ്യണത്? അവിടെ തെറ്റണത്. അപ്പൊ ഈ ഉത്തുബ റുഖയ്യ എന്ന് പറയുന്ന മകളെയും ഉതൈബ ഉമ്മു കുൽസും എന്ന് പറയുന്ന മകളെയും വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു? ഈ അബൂ ലഹബ് മക്കളോട് പറയാണ്, നിങ്ങൾ തൊലാക്ക് ചെയ്യണം. രണ്ടുപേരും തൊലാക്ക് ചെയ്തു. ഉത്തുബ തൊലാക്ക് ചെയ്തു. ഉതൈബ് എന്ത് ചെയ്തു? കുറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ചീത്ത വിളിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നുണ്ട്. കാർക്കിച്ച് തുപ്പിയിട്ടാണ് ആര് തൊലാക്ക് ചെയ്യണത്? ഈ ഉതൈബ തൊലാക്ക് ചെയ്യണത്. ഉബാർ ബിൻ അസ്വദ് എന്ന് പറയുന്ന മക്കയിൽ അറിയപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് കാണാൻ കഴിയും, ഇങ്ങനെ കാർക്കിച്ച് തുപ്പിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാൾക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി കൽബൻ മിൻ കിലാബിക എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അഥവാ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യം നിന്നെ നശിപ്പിക്കട്ടെ, നായകളിൽപ്പെട്ട ഒരു നായ നിന്നെ ഇല്ലാതാക്കട്ടെ എന്ന രൂപത്തിൽ നബി അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പൊ പ്രവാചകനെതിരെ പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോ ഈ അബൂ ലഹബ് എന്ത് ചെയ്തു? ഉതൈബയെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. മക്കയിലാണുള്ളത്, ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഷാമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ ഹുബാർ ബിൻ അസ്വദും കൂട്ടരുടെ കൂടെ പറഞ്ഞയക്കണത്. ഇവരോട് പറഞ്ഞു, എന്റെ മകൻ ഉതൈബയെ നിങ്ങൾ ശരിക്കും നോക്കണം, കാരണം എന്റെ മകനെതിരെ ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ക്ലിയർ ആകണില്ലേ? എന്റെ മകനെതിരെ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും എന്റെ മകനെ നോക്കണം. അവരെല്ലാ ആളുകളും എല്ലാ സംരക്ഷണം കൊടുത്തു. രാത്രി ഉറങ്ങണ സമയത്ത് ഈ ഉതൈബയെ നടുവിൽ കടത്തി ബാക്കിയുള്ള ആളുകൾ ചുറ്റും കടക്കും. അവരുടെ വാഹനമായിട്ട് വന്നിരുന്ന അവരുടെ മൃഗങ്ങളില്ലേ, അത് ടെന്റിന്റെ പുറത്ത് കെട്ടിയിടും. അങ്ങനെ അവർ സംരക്ഷണം കൊടുത്തു. പക്ഷെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, ഒരു സിംഹം വന്ന് ഇതിനെല്ലാത്തിനെയും ഭേദിച്ച് ഈ താഴെ കടക്കുന്ന ആളുകളൊന്നും ചെയ്യാതെ, പുറത്ത് കെട്ടിയിട്ട മൃഗങ്ങളൊന്നും ചെയ്യാതെ നടുവ് കടന്നിരുന്ന ഈ ഉതൈബ എന്ന് പറയുന്ന വ്യക്തിയെ കടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി കൽബൻ മിൻ കിലാബിക എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ മനുഷ്യൻ പിന്നീട് നശിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് അള്ളാഹു പറയണം, മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അല്ലേ? വിശുദ്ധ ഖുർആനിൽ ലഹബ് എന്നുള്ളത് 3 തവണ വന്നിട്ടുള്ളൂ. ഒന്ന് വന്നത് എവിടെയാണ്? തബ്ബത് യദാ അബി ലഹബ്, അവിടെ ലഹബ് എന്ന് വന്നു. പിന്നെ സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് വന്നു. അതേപോലെ തന്നെ സൂറത്ത് മുർസലാത്തിന്റെ 31-ാമത്തെ ആയത്തിലും ലഹബ് എന്ന് വന്നു. അബൂ ലഹബ് എന്ത് ചെയ്യും? ആ നരകത്തിൽ കടന്നിരിയും എന്ന് അള്ളാഹു പറയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കാണ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അവന്റെ ഭാര്യ എന്താണ്? വിറക് ചുമട്ടുകാരിയാണെന്നുള്ളതാണ്. ആരാണ് അവന്റെ ഭാര്യ? അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമ്മു ജമീൽ എന്ന് പറയുന്ന അർവ ബിൻത് സഹർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അർവ ബിൻത് ഹർബ് എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അബൂ ലഹബിന്റെ ഭാര്യ. അഥവാ അബൂ സുഫിയാന്റെ പെങ്ങളാണ് ഈ അർവ എന്ന് പറയുന്ന സ്ത്രീ. ഈ അബൂ ലഹബിന്റെ അവസ്ഥ പിന്നീട് എന്താ ഉണ്ടാകുന്നത്? അബൂ ലഹബിന് അദസ എന്ന് പറയുന്ന രോഗം ബാധിച്ചു. ബദർ യുദ്ധത്തിന് ശേഷം അദസ എന്ന് പറയുന്ന ഒരു വസൂരി പോലെയുള്ള ഒരു രോഗം ബാധിച്ച് ആളുകൾ ആരും അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത രൂപത്തിൽ ശരീരം പുഴുത്തു നാറി. ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത് ഒരു കോലിങ്ങനെ വെച്ച് ആ കോലിന്റെ അറ്റത്ത് ഭക്ഷണം കെട്ടിവെക്കും. എന്നിട്ട് ഇങ്ങനെ ദൂരേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. കാരണം അടുത്തേക്ക് ചെന്നാൽ എന്ത് ചെയ്യും? ഈ രോഗം പകരും. അതുകൊണ്ട് ആ മനുഷ്യന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴോ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് ഇയാളുടെ മയ്യത്ത് ശരീരം എന്ത് ചെയ്തു? കുത്തി അതിലേക്ക് തള്ളിയിട്ടതാണ്. അടുത്ത് പോയിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മറമാടാനോ മക്കൾ പോലും തയ്യാറായില്ല. ആ രൂപത്തിൽ നിന്ദനാക്കി ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല എന്നുള്ളത് കാണാൻ കഴിയും. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ് അബൂ ലഹബ്. ഇനി ഈ അബൂ ലഹബിന്റെ സംഭവം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വല്ലാത്തൊരു പോയിന്റ് എന്താണെന്നറിയോ? ഖുർആനിന്റെ അമാനുഷികത, ഖുർആനിന്റെ ദൈവികത നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തമാശക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാല് അയാൾ ഈമാനൊന്നുമില്ല, യഥാർത്ഥ ഈമാനൊന്നുമില്ല, റസൂലുള്ളാഹിനെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഞാനും മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയത്ത് ഖുർആനിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടില്ല? ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാളുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ഖുർആനിന്റെ അമാനുഷികതയായിട്ടാണ് പണ്ഡിതന്മാരിൽ സൂചിപ്പിച്ചത്. എന്തായാലും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ആദ്യമായി കൊണ്ട് ശാപവാക്ക് പറയണത് ഈ അബൂ ലഹബാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൊണ്ട് പരസ്യ പ്രബോധനത്തിനിറങ്ങി.
ഓരോ ആളുകളെയും ചെന്ന് കണ്ട് അവരോട് തൗഹീദിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചു. ഓരോ അങ്ങാടിയിലും പോയി പ്രവാചകൻ സംസാരിച്ചു. അങ്ങനെ ഹജ്ജിന്റെ വേളകളിൽ ആളുകൾ വരാൻ തുടങ്ങി. ഹജ്ജിന്റെ സീസണായി. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എവിടേക്ക് വരികയാണ്? മക്കയിലേക്ക് വരികയാണ്. ഈ വരുന്ന ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി കണ്ട് അവരോട് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇത് മക്കയിലെ ഖുറൈശികളായ ആളുകളുടെ ഉറക്കം കെടുത്താണ്. അവരൊരു കൂടിയാലോചന നടത്തി. അവരെന്താണ് കൂടിയാലോചന നടത്തുന്നത്? അവർ കൂടിയാലോചന നടത്തിയത്, മുഹമ്മദ് നബി ഈ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പോയി അബൂ താലിബിനെ പോയി കാണാം. ആര് അബൂ താലിബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സംരക്ഷണം കൊടുത്ത വ്യക്തിയാണ് അബൂ താലിബ്. ഈ അബൂ താലിബിനോട് പോയിട്ട് അവർ പറയാണ്, അബൂ താലിബിനോട് പറയാ, അബാ താലിബ് ഇന്ന ഇബ്ന അഖീക ഖദ് സബ്ബ ആലിയത്തിനാ വഅബദീനിനാ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ നിലക്ക് നിർത്തണം. കാരണം നിങ്ങളുടെ സഹോദരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ ഇലാഹുകൾ, ആരാധ്യന്മാരെ ചീത്ത വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, യാ ബാ താലിബ് ഇന്നല കസിന്നൻ വശറഫൻ വമൻസിലതൻ ഫീനാ, നിങ്ങൾ വലിയ പ്രായമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണ് അബൂ താലിബ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ സഹോദര പുത്രൻ എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളുടെ ആരാധ്യന്മാരെ ചീത്ത വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ പൂർവികന്മാരായ മതത്തെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ താങ്കളുടെ സഹോദര പുത്രനെ നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞു. താങ്കൾക്ക് അത് കഴിയില്ലെങ്കിലോ ഞങ്ങളെ ഏൽപ്പിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ എന്ത് ചെയ്തില്ല? അബൂ താലിബ് ഈ വിഷയത്തിൽ ഒന്നും ഇടപെട്ടില്ല. റസൂലുള്ളാഹിനെ വിളിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. രണ്ടാമതും ആര് വന്നു? ഖുറൈശി നേതാക്കന്മാരായ ആളുകൾ വന്നു. ഒന്നാമത്തെ വന്ന രൂപത്തിലല്ല രണ്ടാമത് വരുന്നത്. രണ്ടാമത് അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തില്ല, താങ്കൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇനിയും താങ്കളുടെ തീരുമാനം ഇതേ രൂപത്തിലാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? താങ്കളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട വ്യക്തിയാണ് അബൂ താലിബ്, അവരുടെ നേതാവാണ്. പക്ഷേ അബൂ താലിബിനോട് പറയാണ്, മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ താങ്കൾ നടപടി എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഇനി താങ്കളുമായി യുദ്ധം പ്രഖ്യാപിക്കാണ്. ഒരു നേതാവിനും അനുയായികളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഈ അബൂ താലിബ് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. വളരെ പ്രായമായിട്ടുണ്ട് അബൂ താലിബിന്. എന്നിട്ട് വളരെ വൈകാരികമായിട്ടാണ് അബൂ താലിബ് ആ സമയത്ത് സംസാരിക്കുന്നത്. എനിക്ക് വലിയ പ്രായമായിട്ടുണ്ട്, എനിക്ക് വഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ മുഹമ്മദേ നീ എനിക്ക് ഭാരം തരരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നബിക്ക് ഈ മനുഷ്യന്റെ സംസാരം വല്ലാതെ വേദനിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലായിരുന്നു ആരെ? ഈ അബൂ താലിബ്. അപ്പൊ ഞാൻ അബൂ താലിബിന് ഒരു ഭാരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വിഷമായി. അപ്പൊ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ അബൂ താലിബിനോട് റസൂലുള്ള കൊടുത്തൊരു മറുപടിയാണ് സ്ക്രീനിൽ കാണുന്നത്. പ്രവാചകൻ പറയാണ്, യാ അമ്മ, അമ്മെന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവിന്റെ സഹോദര, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, എന്റെ വലത് കയ്യിൽ അവർ സൂര്യനെ വെച്ച് തന്നു. അതേപോലെ തന്നെ എന്റെ ഇടത്തെ കയ്യിൽ എന്ത് ചെയ്തു? അവര് ചന്ദ്രനെയും വെച്ച് തന്നു. എന്നിട്ട് ഈ ഒരു ആദർശം വിടാൻ അവർ പറയാണെങ്കിലും ഞാൻ വിടൂല. വലത് കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഞാൻ ഈ ആദർശം വിടൂല. ഒന്നല്ലെങ്കിൽ ഞാൻ വിജയിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ ഞാൻ നശിക്കണം. അതുവരെ ഈ ഒരു പ്രബോധന മേഖലയിൽ നിന്ന് ഞാൻ മാറൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ അബൂ താലിബിന്റെ വീട്ടിൽ നീ വാക്ക് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ റസൂലുള്ള കരഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. കാരണം 8ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ എനിക്കെല്ലാ സംരക്ഷണം നൽകിയ വ്യക്തിയാണ്. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ട സമയത്ത് എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന വ്യക്തിക്ക് ഞാനൊരു ഭാരമായല്ലോ എന്നാലോചിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ പുറകെ അബൂ താലിബ് വിളിക്കാണ്. അബൂ താലിബ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, മുഹമ്മദേ നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചു കൊള്ളുക, മുഹമ്മദേ നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചു കൊള്ളുക, നിനക്ക് വേണ്ട എല്ലാവിധ സംരക്ഷണവും നിനക്ക് വേണ്ട എല്ലാവിധ പ്രതിരോധങ്ങളും ഞാൻ തീർക്കാം, നീ മുമ്പിൽ നടന്നോ പുറകിൽ ഞാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ സന്തോഷത്തിന്റെ ആഴം പരപ്പ് എത്രയായിരിക്കും. നീ മുമ്പിൽ നടന്ന പുറകിൽ ഞാനുണ്ട് എന്ന് അബൂ താലിബിന്റെ വാഗ്ദാനാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൊണ്ട് പ്രബോധന പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. ഇവർ വീണ്ടും വന്നു, ഖുറൈശികളായ ആളുകൾ.
ആ സമയത്ത് അബൂ താലിബ് കൊടുത്ത മറുപടി എന്റെ സഹോദര പുത്രൻ ഞാൻ ഒരിക്കലും കളവാക്കൂല, നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് ഞാനുമായി യുദ്ധം ചെയ്യണോ യുദ്ധം ചെയ്യാം, പക്ഷെ എന്റെ സഹോദര പുത്രനെ ഒരിക്കലും ഞാൻ കളവാക്കൂല എന്ന ആ ഒരു സംസാരമായിരുന്നു ആര് നടത്തിയത്? അബൂ താലിബ് നടത്തിയത്. പിന്നീട് അബൂ താലിബ് അറിയപ്പെട്ട കവിയാണ്. അവിടെ വെച്ചിട്ട് ഒരു കവിത ചൊല്ലുന്നുണ്ട്, വല്ലാഹി ലയസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉസദ ഫി തുറാബി ദഫീനാ. ഞാൻ മരിച്ച എന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ച് എന്റെ ശരീരത്തിൽ മണ്ണ് പറ്റുന്നത് വരെ മുഹമ്മദിന്റെ രോമത്തിൽ പോലും നിങ്ങൾ തൊടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ അബൂ താലിബ് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഖുറൈശികളായ ആളുകൾക്ക് ശരിയാകുന്നില്ല. അവർ നടത്തുന്ന തീരുമാനങ്ങളൊന്നും പിന്നീട് വരുന്നില്ല. അവസാനം അവരെന്ത് ചെയ്തു? വീണ്ടും കൂടിയാലോചനകൾ നടത്തി. എന്ത് ചെയ്യണം? ഹജ്ജിന്റെ സമയമായിട്ടുണ്ട്, ഹജ്ജിന്റെ സീസണാണ്, പല രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരോട് നമുക്ക് എന്ത് പറയാം? മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ അവർ വശ്യതയിൽ വീണുപോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അറിയപ്പെട്ട 3 അങ്ങാടികളുണ്ട്. ഒന്ന് ഉഖാല, മജന്നതുൽ മജാസ്. ഈ 3 അങ്ങാടിയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉറക്കെ ആളുകളോട് വിളിച്ചു പറയും, അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹിനോട് മാത്രം സഹായം തേടുക എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പുറകുന്ന് അബൂ ലഹബ് എന്ത് ചെയ്യും? വിളിച്ചു പറയും, ഇന്നഹു കദ്ദാബുൻ, അവൻ പെരുങ്കള്ളനാണ്, ഇന്നഹു സാബിയുൻ, അവൻ പുത്തംവാദിയാണ് എന്ന് പുറകുന്ന് ആര് വിളിച്ചു പറയും? അബൂ ലഹബ് വിളിച്ചു പറയും. നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, മഹാനായ താരിഖ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമുറു ഫീ സൂഖി ദിൽ മജാസ്. ദിൽ മജാസ് എന്ന് പറയുന്ന അങ്ങാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടു. പ്രവാചകൻ അവരോട് പറയാണ്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിജയിക്കാം, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയിക്കാം എന്ന് പറയുമ്പോൾ പുറകുന്ന് എന്ത് ചെയ്യാണ്? അബൂ ലഹബ് വിളിച്ചു പറയാണ്, യാ അയ്യുഹന്നാസ് ലാ തുതിയു, നിങ്ങൾ മുഹമ്മദിനെ പിൻപറ്റരുത്, അനുസരിക്കരുത്, കാരണം ഫഇന്നഹു കദ്ദാബുൻ, അതാരാണ്? മുഹമ്മദ് പെരുങ്കള്ളനാണ്. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തി ആരാണ്? അത് മുഹമ്മദാണ്. ഈ പിന്നെ മുഹമ്മദ് കള്ളനാണെന്ന് പറഞ്ഞ വ്യക്തിയോ? അത് അബൂ ലഹബാണ്. അഥവാ റസൂലുള്ള എവിടെ ചെല്ലുന്നുണ്ടോ അതിന്റെ പുറകെ ചെന്നിട്ട് റസൂലുള്ളാഹിനെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ നോക്കിയ വ്യക്തിയായിരുന്നു അബൂ ലഹബ് എന്ന് പറയുന്ന വ്യക്തി. അവസാനം ഖുറൈശികളായ ആളുകൾ വലീദ് ബിൻ മുഗീറയുടെ അരികിലേക്ക് പോയി. ആരാ വലീദ്? വലീദ് എന്ന് പറഞ്ഞാൽ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹുവിൻ പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ് വലീദ് ബിൻ മുഗീറ. ഈ മനുഷ്യന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലായിരിക്കും നാം വിശദീകരിക്കാം. എന്തായാലും ഇയാളോട് പോയിട്ട് പറയുന്നുണ്ട്, ഹജ്ജിന്റെ സീസൺ ആണ്, പല രാജ്യത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്, മുഹമ്മദ് നബിയുടെ സംസാരത്തിന്റെ വശ്യതയിൽ ആളുകൾ അകപ്പെട്ടു പോകുന്നുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ വലീദ് ബിൻ മുഗീറ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ആളുകളോട് എന്ത് പറയണം എന്നാ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ആളുകൾ പറഞ്ഞു, നമുക്ക് പറയാം മുഹമ്മദ് ജോത്സ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ കാഹിനാണ്, ജോത്സ്യ പണി ചെയ്യുന്ന ആളാണ് എന്ന് പറയാന്ന് പറയും. അപ്പൊ വലീദ് ബിൻ മുഗീറ പറയാണ്, മുഹമ്മദ് ഒരിക്കലും ജോത്സ്യനല്ല, കാരണം ജോത്സ്യന്റെ മുഴക്കവും കുറുകലും ഒക്കെ നമുക്കറിയണതാണ്, അതുകൊണ്ട് മുഹമ്മദ് എന്തല്ല, കാഹിനല്ല. അപ്പൊ അവര് പറയണത് നമുക്ക് എന്ത് ചെയ്യാം? ഭ്രാന്തനാണ്, മജ്നൂനാണെന്ന് പറയാം. മുഹമ്മദ് നബി മജ്നൂനാണ്, ഭ്രാന്തനാണെന്ന് പറയാം. അപ്പൊ ഈ വലീദ് പറയാൻ ഒരിക്കലുമില്ല, മുഹമ്മദിന് ഭ്രാന്തില്ല, കാരണം ഭ്രാന്തിന്റെ ഗോഷ്ഠികളോ ചണ്ടയോ വസ്വാസുകളോ മുഹമ്മദിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി എന്തല്ല, അദ്ദേഹം ഭ്രാന്തനുമല്ല. അപ്പൊ അവര് പറഞ്ഞു, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? മുഹമ്മദ് കവിയാണ്, ഷാഇറാണെന്ന് പറയാം, കവിതയാണ് ചൊല്ലുന്നത്, ഖുർആനൊന്നല്ല, കവിതയാണെന്ന് പറയാം. അപ്പൊ വലീദ് ബിൻ മുഗീറ പറയാണ്, കവിത എന്താണെന്ന് ശരിക്കറിയുന്നവരാണ് നമ്മൾ. കവിതയുടെ വൃത്തമോ ഈണമോ പാരായണമോ നീട്ടലോ ചുരുക്കലോ ഒന്നും ഖുർആനിലില്ല, അത് വേറെ തന്നെയാണ്, അത് കവിതയല്ല, അദ്ദേഹം കവിയല്ല. മൂന്നാമത് അവർ പറഞ്ഞു, എങ്കിൽ മാരണക്കാരനാണ്, സാഹിറാണെന്ന് പറയാം. അപ്പൊ വലീദ് ബിൻ മുഗീറ വീണ്ടും പറയാണ്, മാരണക്കാരുടെ ഉറുക്കും മൂത്തുമെല്ലാം നമുക്കറിയാം, മുഹമ്മദ് എന്തല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറും അല്ല, കാഹിനല്ല, മജ്നൂനല്ല, അതേപോലെ തന്നെ ഷാഇറല്ല, സാഹിറല്ല, സ്വാബിയല്ല, പുത്തൻവാദിയല്ല, ഇതൊന്നുമല്ല, പിന്നെ ആരാണ്? അപ്പൊ ഈ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്നാ വലീദ് താങ്കൾ പറ, ആരാണ് മുഹമ്മദ്?
അപ്പൊ വലീദ് ബിൻ മുഗീറ അവിടെ വെച്ച് പറയുന്നൊരു വാക്കുണ്ട്, വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, മുഹമ്മദിന്റെ സംസാരത്തിൽ വല്ലാത്ത മാധുര്യമുണ്ട്, മുഹമ്മദിന്റെ സംസാരത്തിൽ വശ്യതയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംസാരത്തിന്റെ മുമ്പിൽ നമ്മൾ സാഹിറാണ്, മജ്നൂനാണ്, കാഹിറാണ്, ഷാഹിറാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറയണം എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് വലീദ് ബിൻ മുഗീറ നിർദ്ദേശം കൊടുക്കുക. കാരണം ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ വാക്കാണോ? അല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ 88-ാമത്തെ ആയത്തിൽ പറയാണ്, അയ്യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി. ഈ ഖുർആൻ പോലൊരു ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹു വീണ്ടും പറയാണ് സൂറത്ത് ഹൂദിന്റെ 13-ാമത്തെ ആയത്തിൽ, ഇനി ഒരു ഖുർആൻ കൊണ്ടുവരണ്ട, ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയോ? 10 സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മൂന്നാമത്തെ കൽപ്പന എന്താണ്? അള്ളാഹുവിന്റെ വെല്ലുവിളി സൂറത്ത് ബഖറയുടെ 23-ാമത്തെ ആയത്ത്, ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. ഒരു സൂറത്തെങ്കിലും ഖുർആനിൽ കൊണ്ടുവന്ന ഒരു സൂറത്തെങ്കിലും. ഇപ്പോ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന പ്രവാചകത്വവാദി, അയാള് ഖുർആനിന്റെ ഒരു സൂറത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞിട്ട്. അൽ ഫീൽ ആന എന്താണെന്നറിയോ? മൽഫീൽ വമാ അദ്റാക മൽഫീൽ. ആന എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലഹു സല്ലൂമുൻ തബീൽ, നീണ്ട തുമ്പിക്കൈയാണ്. അതാണ് അയാൾ പറഞ്ഞ ആയത്ത് എന്നുള്ളത്. പക്ഷെ ഈ ഖുർആനിനെ പോലെ ഖുർആൻ കൊണ്ടുവരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഈ ഖുർആനിന്റെ 10 സൂറത്തുകൾ പോലെ 10 സൂറത്ത് കൊണ്ടുവരാനും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഈ 10 പോയിട്ട് ഒരൊറ്റ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്താണ്, അതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ഇന്നും വെല്ലുവിളിയുണ്ട്. അതും ഒരാൾക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഖുർആനിന്റെ അമാനുഷികതയാണ്. അപ്പൊ നബിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. റസൂലുള്ള കാഹിനല്ല, റസൂലുള്ള മജ്നൂനല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറല്ല, ഷാഹിറല്ല, സ്വാബിയല്ല എന്നുള്ളത് നമ്മൾ ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പ്രവാചകനെ ആ രൂപത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനൊക്കെ സത്യം മനസ്സിലാക്കിയ വ്യക്തിയാണ് ആരെ? ഈ വലീദ് ബിൻ മുഗീറ. പക്ഷെ അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. നാം വിശദീകരിക്കുന്ന അടുത്ത ക്ലാസ്സിൽ പറയും. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ബോധ്യപ്പെട്ടിട്ടും അവസാനം ആളുകൾ ഇയാളുടെ വാക്കിനു വേണ്ടി കാത്തിരിക്കാണ്. വലീദ് ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആളുകളും വിശ്വസിക്കാന്ന് ഒരു പറ്റം ആളുകൾ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വലീദ് പറയാണ്, ഇത് മുഹമ്മദിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഖുർആനൊന്നും അല്ല, ഇത് അള്ളാഹുവിന്റെ കലാമൊന്നും അല്ല എന്ന് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വ്യക്തിയാണ് ആരെ? ഈ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തി. ഇതിനോട് ചേർത്തി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. 40-ാമത്തെ വയസ്സ് വരെ അൽ അമീൻ എന്ന് വിളിച്ച ആളുകളുടെ നാവെന്നാണ് പിന്നീട് കേൾക്കുന്നത് ഭ്രാന്ത എന്നുള്ളത്. റസൂലുള്ളാഹിക്കുണ്ടായ സങ്കടത്തിന്റെ, വേദനയുടെ, പ്രയാസത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയൽവാസി നമ്മളെ കാണുന്നത് നമ്മളൊരു ഭ്രാന്തനായിട്ടാണ്. മറ്റുള്ള ആളുകൾ, നമ്മുടെ പരിചയമുള്ള ആളുകളൊക്കെ നമ്മൾ ഏത് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴും ഭ്രാന്ത എന്ന് വിളിച്ച് ആളുകൾ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. അത്ര കാലത്തോളം അൽ അമീനാണ്. പിന്നെ അവരെ വിളിച്ചത് മജ്നൂൻ, ഭ്രാന്ത എന്നുള്ളതാണ്. മാരണക്കാര, സാഹിറ എന്നുള്ളതാണ്. കാഹിന്, ജോത്സനെ എന്നുള്ളതാണ്. നീ ഷാഹിറാണ്, നീ കവിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ സങ്കടം എത്രയായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ ഇസ്ലാമിക പ്രബോധനത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രവാചകനുണ്ടായ പ്രയാസത്തിന്റെ ഒരു അംശം പോലും നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കുക. ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ശക്തമായി കൊണ്ട് പ്രവർത്തിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.